നമുക്കിന്ന് ഫുൽക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫുൽക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ട് കേൾക്കാത്ത പേരാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ അത് കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ്. നമ്മളിപ്പോൾ ചപ്പാത്തി എന്ന് പറയുന്നത് പോലെ തന്നെ പറയുന്നൊരു വേർഡാണ് ഫുൽക്ക എന്നുള്ളത്. ഫുൽക്ക സാധാരണ ഫ്ലെയിമിലിട്ട് ചുടുന്ന ചപ്പാത്തിക്ക് ഫുൽക്ക എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് പറയാം. ആദ്യം തവയിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിമിലിട്ട്, നമ്മളിപ്പോൾ ഫിലിമിലെങ്കിലുമൊക്കെ കണ്ടിട്ടില്ലേ, വെളിയിലിങ്ങനെ തീ കൂട്ടി കനലിൽ ചുട്ടെടുക്കുന്നത്, കനലിൽ ഫ്ലെയിമിൽ ഇങ്ങനെ പെട്ടെന്ന് ചുട്ടെടുക്കുന്നത്, അതാണ് ഫുൽക്ക. ഇപ്പം നമുക്ക് വീട്ടിനകത്താകുമ്പോഴത്തേക്ക് ഇപ്പോൾ കനലൊന്നും പറ്റില്ലെങ്കിലും നമുക്ക് ഈ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചുടാം. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഫുൽക്ക, ഡെയിലി ഫുൽക്ക കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഫുൽക്ക ഉണ്ടാക്കുന്നതും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ മാവ് വെച്ച് തന്നെയാണ്. 3 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്ത അതേ മാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഫുൽക്കയും ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പുള്ള 2-3 വീഡിയോയിൽ ഞാൻ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മാവ് കുഴയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് എങ്ങനെ കുഴയ്ക്കാമെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് രണ്ട് വശവും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമിലോട്ട് മാറ്റാം. ഫുൽക്ക നമ്മളിങ്ങനെ ഫ്ലെയിമിലോട്ടിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇതിൽ ഒരുപാട് പൊടി, നമ്മൾ പരത്തുമ്പോൾ ഇടുന്ന പൊടിയില്ല, ഒരുപാട് പൊടിയായി പോകരുത്. പൊടിയായല്ല, സാധാരണ ഇതിന് പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്യാസിൻ്റെ ആ ബർണറിൻ്റെ ഹോളുകൾ അടഞ്ഞു പോകാനൊരു ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് പൊടിയാവാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എളുപ്പമാണ്. ചപ്പാത്തിയുടെ മാവ് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി കൂടെ ഞാനിതിൽ കാണിക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് റുമാലി റൊട്ടിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. പിന്നെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇത് വളരെ തിന്നായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് ഓയിലും കൂടെ തടവി കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് എടുക്കണം. നമ്മൾ പൂരിക്ക് എടുക്കുന്നതിൻ്റെ അത്രയും മതി. ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഉരുളകൾ, 2 ഉരുള വേണം, സെയിം അളവിലുള്ള 2 എണ്ണം. ഇത് നമുക്ക് ഉരുട്ടി ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ ചെറുതായിട്ട്, നമ്മൾ പൂരിയുടെ അത്രയും വലുപ്പത്തിന് പരത്തണ്ട, അതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ട്, ഇത്രയും മതി. ഇതിൽ നമ്മൾ ഒരു 3-4 ഡ്രോപ്പ് എണ്ണ ആദ്യം ഒന്ന് തടവി കൊടുക്കണം. അതിന് ശേഷം ഞാൻ അരിപ്പൊടിയാണ് വിതറുന്നത്. അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വിതറി ഇതുപോലെ ഒന്ന് വിതറണം. ഇത് ഒന്നിൽ നമുക്ക് ഗോതമ്പ് പൊടിയും ഒന്നിൽ അരിപ്പൊടിയും വേണമെങ്കിലും ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഇത് 2ലും അരിപ്പൊടി തന്നെയാണ് ഇടുന്നത്. അരിപ്പൊടി ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളകി വരാൻ വേണ്ടിയിട്ടാണത്. നല്ല വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. കഴിയുന്നതും തിന്നായിട്ട് തന്നെ പരത്തി എടുത്തതിന് ശേഷം തവ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് 2 വശവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ചുടാം. ഇതിൽ നമ്മൾ കുറേശ്ശെ ഓയിലോ ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് കുറേശ്ശെ ചേർത്ത് 2 വശവും നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. ഇത് പരത്തുമ്പോൾ തന്നെ നമ്മൾ കഴിയുന്നതും വലുതായിട്ട് പരത്തിയെടുക്കണം, നല്ല നേർപ്പിച്ച് പരത്തിയെടുക്കണം.
പിന്നെ ചുടുന്ന സമയത്ത് രണ്ട് വശവും നമുക്ക് മറിച്ചിട്ട് ചുട്ട് എണ്ണയോ നെയ്യോ തടവി എടുക്കാം. ഇതിൻ്റെ ഉൾവശത്ത് നമുക്ക് എണ്ണയും തേക്കണ്ട, പൊള്ളിക്കുകയും വേണ്ട. ഒരു വശം മാത്രം ചെയ്താൽ മതി. നല്ല നേർത്തിരിക്കുന്നതുകൊണ്ട് അത് കുക്കായിക്കൊള്ളും. അപ്പോൾ ഇത് വേർപെടുത്തി എടുത്തിട്ട് ഇത് രണ്ടായിട്ട് മടക്കി എടുക്കണം. മടക്കി ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ടവലിലോ തുണിയിലോ ഏതെങ്കിലും കവർ ചെയ്ത് വയ്ക്കാം. അതല്ല ചുരുട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് വയ്ക്കാം. ഇതൊരു വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കുട്ടി റുമാലി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും.